എല്ലാവർക്കും പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഓണം സ്പെഷ്യൽ സീരീസ് തുടങ്ങുകയാണ്. ചിങ്ങ 1 അപ്പോൾ ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഇഞ്ചിക്കറിയാണ്. അപ്പോൾ ഇഞ്ചിക്കറി ഇല്ലാതെ എന്ത് സദ്യ അല്ലേ? അപ്പോൾ നമുക്ക് അത് തുടങ്ങാം. ഇഞ്ചി വേണം. ഇനി വേണ്ടത് ചുമന്നുള്ളി, പച്ചമുളക്. അത് നമ്മൾ താളിക്കാനാണ്. ചിലർ ചേർക്കും, കൂടെ ചേർക്കും. ഞാനിവിടെ ചേർക്കുന്നില്ല. കടുക് വേണം. ഇനി പൊടികൾ ചേർക്കും. മുളക് പൊടി, മല്ലിപ്പൊടി, ഉലുവാപ്പൊടി. ഉപ്പും ചേർക്കുന്നുണ്ട്, കുറച്ച് പുളി ചേർക്കുന്നുണ്ട്, പിന്നെ ആവശ്യത്തിന് വെള്ളവും. അപ്പോൾ നമുക്ക് എങ്ങനെ ഇഞ്ചിക്കറി തയ്യാറാക്കുന്നത് നോക്കാം. ഇഞ്ചി ഞാൻ വട്ടത്തിൽ നിങ്ങൾക്ക് അറിയാം. ഞാനിവിടെ ഇഞ്ചി നന്നായിട്ട് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുവാണ്. അത് ഗ്രേറ്റ് ചെയ്തെടുക്കുവാണ്. അപ്പോൾ ഈ ഇഞ്ചിക്ക് ഒരു ചെറിയ കട്ടുണ്ട്. ചിലർ ഇഞ്ചി കട്ട് കളഞ്ഞിട്ട് എടുക്കും. ഇവിടെ ഇപ്പോൾ ഞാൻ ഇതല്ലാതെ ചെയ്യുവാണ്. അപ്പോൾ ഇഞ്ചി ഞാനിവിടെ അരിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ഇതൊക്കെ എടുത്ത് മാറ്റിക്കളയണം. കണ്ടോ? ഇതെല്ലാം എടുത്ത് മാറ്റി വൃത്തിയായിട്ട് നമുക്കിനി ഒരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ ഇതിനി നമ്മൾ വറുത്തെടുക്കുവാണ്. വറുത്തെടുത്തിട്ട് നമ്മളിത് പൊടിക്കും. അപ്പോൾ ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇഞ്ചിക്കറി റെഡിയാക്കാം. കുറച്ച് വറുത്തെടുക്കണം. ഒരുപാട് എണ്ണ ചേർക്കണമെന്നില്ല, കുറച്ച് ചേർത്താൽ മതി. ഇനി നന്നായിട്ടത് വറുത്തെടുക്കാം. ഒരു ബ്രൗൺ കളറൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മളത് ഓഫ് ചെയ്യും. നമുക്കിങ്ങനെ ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഇഞ്ചി ഞാൻ വറുത്തിട്ടുണ്ട്, ഉണ്ടോ? റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ആറിയതിന് ശേഷം പൊടിച്ചെടുക്കാം. അപ്പോൾ ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ അതേ പാത്രത്തിൽ തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇഞ്ചി വറുത്തതിൻ്റെ ആ പാടാണ്. അപ്പോൾ അത് ഞാൻ ഇച്ചിരി എണ്ണ ഒഴിച്ചു. നമുക്കിനി കടുകിടാം. കടുകെല്ലാം പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളി ഇടാം. പച്ചമുളക് ഇടാം. ഇനി നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. എല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടി ചേർക്കാം. അപ്പോൾ അത് നന്നായിട്ട് ഞാൻ പേസ്റ്റ് പോലെ ഇച്ചിരി വെള്ളം ചേർത്ത് ഇങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മളിനി ചേർക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ മുളക് പൊടി, മല്ലിപ്പൊടി, ഉലുവാപ്പൊടി ചേർത്തിട്ടുണ്ട്. മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി ഒരു 2.5 ടേബിൾ സ്പൂൺ, ഉലുവാപ്പൊടി 1 ടീസ്പൂൺ. അപ്പോൾ ഇത്രയുമാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ
അപ്പോൾ ഇങ്ങനെ ചേർക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് കരിയത്തില്ല. നന്നായിട്ടത് ഇളക്കി കൊടുക്കുക. ഒരല്പം വെള്ളം ചേർക്കുകയാണ് ഞാൻ. ഇതിൻ്റെ പച്ചച്ചുവ ഒന്ന് മാറിയതിന് ശേഷം നമ്മൾ പൊടിച്ചു വെച്ചേക്കുന്ന ഇഞ്ചിയും കൂടെ ഇതിനകത്ത് ചേർക്കുകയാണ്. അപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ ഉപ്പ് ഞാൻ അതിന് ശേഷം അവസാനം ചേർക്കും. ഇനി നമുക്ക് ഇഞ്ചി പൊടിച്ചത് ചേർക്കാം. നമ്മൾ കുറച്ചിന് വെള്ളം ചേർക്കുകയാണ്. നമുക്ക് എത്ര കുറുകിയിരിക്കണോ, ഇഞ്ചിക്കറി എത്ര വേണം ആ രീതിയിൽ ഞാനിപ്പോൾ കുറച്ച് വെള്ളം ചേർക്കുകയാണ്. കുറച്ച് വെള്ളം ചേർത്ത് നോക്കുക ആദ്യം. ഇലയിൽ സദ്യയുടെ അല്ല, കുറച്ചിരി കുറുകിയിരിക്കുക. ഇത്രയും മതി. ഇനി നമുക്ക് ഉപ്പ് ചേർക്കാം. ഞാനിവിടെ ഉപ്പ് ചേർത്തിട്ടില്ല. തിളച്ച് വരട്ടെ. കുറച്ച് ഉപ്പ് ചേർക്കുകയാണ്. ഒരുപാട് വെള്ളം വേണ്ട. പുളി ചേർക്കാം. കുറച്ച് പുളിയും കൂടെ ഇതിനകത്ത് ചേർക്കണം. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരട്ടെ. ാണ് അതും ഇതിനകത്ത് നന്നായിട്ട് കിടക്കട്ടെ. അപ്പോൾ ആദ്യം നമുക്ക് പച്ചമുളക് ചേർക്കാം. ഞാൻ പച്ചമുളക് ആദ്യമേ ചേർക്കില്ല. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും ആ ഒരു ഇതിനകത്ത് എരി നമുക്ക് ആവശ്യത്തിനുണ്ട്. ഇപ്പോൾ ഇഞ്ചിക്കറി തയ്യാറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ ഇതാ ഇഞ്ചിക്കറി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഓണത്തിന് ഇഞ്ചിക്കറി ഇതുപോലെ തയ്യാറാക്കി നോക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത ഒരു ഓണ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അപ്പം നമുക്ക് പല രീതിയിൽ ഇഞ്ചിക്കറി വെക്കാം. ഇത് പെട്ടെന്ന് എളുപ്പത്തിലുള്ളൊരു ഇഞ്ചിക്കറിയാണ് ചെയ്തേക്കുന്നത്. ഓണത്തിൻ്റെ റെസിപ്പീസ് സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ എല്ലാവരും കാണുക. താങ്ക് യു.